Assalamu alaikum. Good morning, my dear students. Welcome back to our class. Yesterday, we discussed a poem. This is going to hurt just a little bit. Written by Ogden Nash. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. On the last section, a poet compare our mouth is like a section of road. ഒരു റോഡിൻ്റെ സെക്ഷനോടാണ് നമ്മുടെ മൗത്തിനെ കമ്പയർ ചെയ്തത്. ലാസ്റ്റിൽ നമ്മളത് പറഞ്ഞിട്ടാണ് നിർത്തിയത്. Then take page number 148. And your teeth are supposed to be being polished. നമ്മളെന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ പല്ല് പോളിഷ് ചെയ്യുകയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ബട്ട് യു ഹാവ് റീസൺ ടു ബിലീവ് ദേ ആർ ബീയിങ് ഡിമോളിഷ്ഡ്. പക്ഷേ യു ഹാവ് റീസൺ, നമുക്ക് കാരണങ്ങളുണ്ട് അല്ലേ, ടു ബിലീവ്, വിശ്വസിക്കാൻ. ദേ ആർ ബീയിങ് ഡിമോളിഷ്ഡ്. ഡിമോളിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കുക, പുൾ ഡൗൺ, വലിച്ചെടുക്കുക. ആൻഡ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ആഡ്സ് മോസ്റ്റ് ടു യുവർ ടെറർ. സാഹചര്യങ്ങൾ അത് നമ്മുടെ മുന്നിൽ എന്താണ്? ഭീമമായിട്ട് നിൽക്കുകയാണ്, അതായത് ഭീകരമായിട്ട് ടെററായിട്ട് നിൽക്കുകയാണ്. എന്താ കാരണം? അതായത് നമ്മൾ പല്ല് ഡോക്ടറെ അടുത്ത് പോകുന്നു, പോളിഷ് ചെയ്യാനാണെന്ന് നമ്മളോട് പറയുന്നു. പക്ഷേ സംഭവിക്കുന്നത് അവിടെ ഡീമോളിഷ് ചെയ്യുന്നത്. ഡീമോളിഷ് എന്ന് പറഞ്ഞാൽ പറിക്കുക, പുൾ ഡൗൺ. ആൻഡ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് ആഡ് മോസ്റ്റ് ടു യുവർ ടെറർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ഡൺ വിത്ത് എ മിറർ. ഇനി എന്താണ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്? ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തിൽ നോക്കിയിട്ടാണ്? കണ്ണാടിയിലാണ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഡോക്ടറുടെ മുന്നിൽ കിടക്കുമ്പോൾ നമ്മുടെ മുകളിലൊരു കണ്ണാടി ഉണ്ടാവും. അപ്പോൾ ആ കണ്ണാടിയിലാണ് ഡോക്ടർ നമ്മളെ വായിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ബിക്കോസ് ദ ഡെൻറ്റിസ്റ്റ് മേ ബി എ ബിയർ. ഒരു പക്ഷേ ഡെൻറ്റിസ്റ്റ് എന്തായിരിക്കാം? ഒരു ബിയർ ആയിരിക്കാം. ഓർ ആസ് ദ റോമൻസ് യൂസ്ഡ് ടു സേ. ആര് പറയുന്നത് പോലെ? റോമക്കാർ പതിവായിട്ട് പറയുന്നത് പോലെ ഡെൻറ്റിസ്റ്റ് ആരാകാം? മേ ബി എ ബിയർ. ഓൺലി ദേ വർ റെഫറിങ് ടു എ ഫെമിനൈൻ ബിയർ വെൻ ദേ സെഡ് ഇറ്റ് ആൻഡ് ഏഴ്സ. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് മീനിങ് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് വരികളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ റോമൻസ് യൂസ്ഡ് ടു സേ ഓൺലി ദേ വർ റെഫറിങ് ടു എ ഫെമിനൈൻ ബിയർ വെൻ ദേ സെഡ് ഇറ്റ് ആൻഡ് ഏഴ്സ. ബട്ട് ഓൾ ദ സൈം ഹൗ ക്യാൻ യു ഷുവർ വെൻ ഹി ടേക്ക് ഹിസ് crowbar in one hand and mirror in the other hand, he won't get mixed up. The way you do when you try to tie a bow, tie with the aid of a mirror and forget that the left is right and vice versa. Then in the last stanza നമ്മുടെ പോയറ്റ് എന്ത് ചെയ്തു? മൗത്തിനെ നമ്മൾ വർക്ക് നടക്കുന്ന ഒരു റോഡിനോടാണ് കമ്പയർ ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ ഇനി നമ്മുടെ പോയറ്റ് ചെയ്യുന്നത് എന്താണ്? ഡെൻറ്റിസ്റ്റിനെ എന്തുമായിട്ടാണ്? ബിയർ, കരടിയോടാണ് എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. ദെൻ ആസ് ദ റോമൻസ് യൂസ്ഡ് ടു സേ ഓൺലി ദേ വർ റെഫറിങ് ടു എ ഫെമിനൈൻ ബിയർ വെൻ ദേ സെഡ് ഇറ്റ് ആൻഡ് ഏഴ്സ. ദാറ്റ് മീൻസ് ഇവിടെ ദ ഡെൻറ്റിസ്റ്റ് ഡിഗ്സ് ദ മൗത്ത്. ഡെൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് കരടിയോട് കമ്പയർ ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഡെൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നു? കുഴികൾ കുഴിക്കുന്നു. എവിടെ? ദ മൗത്ത്, വായിൽ അല്ലേ. എന്തിനാണ്? ടു റിപ്പയർ നടത്താൻ വേണ്ടിയിട്ട് ഡെൻറ്റിസ്റ്റ് കുഴി കുഴിക്കുന്നു. ഇനി ബിയർ എന്തിനാണ് കുഴി കുഴിക്കുന്നത്? ടു പോയിൻ്റ് ഔട്ട് മൗത്ത് ടു ഈറ്റ് ഇറ്റ്സ് പ്രേ. അതിൻ്റെ ഇരകളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ബിയർ കുഴി കുഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡെൻറ്റിസ്റ്റിനെ ഇവിടെ എന്തിനോടാണ് ഉപമിക്കുന്നത്? ബിയറിനോടാണ് പറയുന്നത്. അപ്പോൾ ഡെൻറ്റിസ്റ്റ് ആരെ പോലെയാണ്? ഡെൻറ്റിസ്റ്റ് ഈസ് ലൈക്ക് എ ബിയർ. ഏഴ്സ മീൻസ് ബിയർ. ഏഴ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയർ എന്നാണ്. അപ്പോൾ ഡെൻറ്റിസ്റ്റ് തൻ്റെ ഇരകളെ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ട്
വായിൽ റിപ്പയർ നടത്താൻ വേണ്ടിയിട്ട് കുഴി കുഴിക്കുന്നു. അപ്പോൾ ഒരു തവണ നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ പിന്നെ കാണിച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഡെന്റിസ്റ്റ് പറയുന്നു അടുത്ത തവണ വീണ്ടും വരണം എന്ന് പറയുന്നു. അങ്ങനെ നമ്മളിതിങ്ങനെ വീണ്ടും വീണ്ടും പോവുകയാണ് അവിടെ. അപ്പോൾ ആ ഡെന്റിസ്റ്റിൻ്റെ ഇരകളാണ് നമ്മളല്ലേ. അതുപോലെ തന്നെയാണ് കരടി. കരടി എന്ത് ചെയ്യുന്നത്, ബിയർ പിന്നെ കുഴികൾ കുഴിച്ചിട്ടാണ് അതിൽ ആരെ വീഴ്ത്തുന്നത്, ഇരകളെ വീഴ്ത്തുന്നത്. അതുകൊണ്ടാണ് ബിയറിനോട് ഡെന്റിസ്റ്റിനെ ഉപമിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ബട്ട് ഓൾ ദ സെയിം ഹൗ ക്യാൻ യു ബി ഷുവർ വെൻ ഹി ടേക്സ് ഇൻ ഹിസ് ക്രോബാർ ഇൻ ദ വൺ ഹാൻഡ് ആൻഡ് മിറർ ഇൻ ദ അതർ. ഇനി ഡെന്റിസ്റ്റിൻ്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും, ക്രോബാർ ഉണ്ടാവും അല്ലേ, അതായത് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ബോക്സ്. ആൻഡ് വെൻ ഹി ടേക്സ് ഹിസ് ക്രോബാർ ഇൻ വൺ ഹാൻഡ്, എപ്പോഴും ഒരു കയ്യിൽ ക്രോബാർ ഉണ്ടാവും. ആൻഡ് മിറർ ഇൻ ദ അതർ, മറ്റേ കയ്യിൽ എന്തുണ്ടാവും, കണ്ണാടി ഉണ്ടാവും അല്ലേ. ദെൻ ഈ വോണ്ട് ഗെറ്റ് മിക്സ്ഡ് അപ്പ്. അപ്പോൾ എനിക്ക് പേടിയാവുന്നത്, കണ്ണാടിയിൽ പേടിയാവുന്നത് എന്ന് പറഞ്ഞാൽ ഇത് മിക്സായി പോകൂലേ എന്ന്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്നു, ആ ഒരു സൈഡിൽ കണ്ണാടി പിടിച്ചിട്ട് വായിൽ ഇതിലേക്ക് നോക്കിയിട്ടാണ് ഇതിൽ നിന്ന് സാധനം എടുത്തിട്ട് പല്ല് നോക്കുന്നതും ഇതാക്കുന്നതൊക്കെ. എന്നിട്ട് അതിലേക്ക് തന്നെ ഇടുന്നു. അയാൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ ക്രോബാറിലേക്ക് നോക്കണില്ല. ഓക്കെ, അപ്പോൾ അയാൾക്കത് മാറിപ്പോകൂലേ. പിന്നെയോ, and makes his crowbar in one hand, in the other he won't be mixed up. The way you do when you try to tie with the aid of a mirror. ഈ കണ്ണാടിയുടെ, അതായത് കണ്ണാടിയിൽ നമ്മൾ കാണുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ വലത് ഇടതും ഇടത് വലതും ആയിരിക്കും അല്ലേ. അപ്പോൾ വലത്തെ കയ്യിലുള്ള സാധനം ഇന്നതും ഇടത്തെ കയ്യിലുള്ള സാധനം ഇന്നതും. അപ്പോൾ കണ്ണാടിയിൽ കാണുന്ന വലതും നമ്മുടെ ഇടതുമാണ് സെയിം ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഇല്ലേ. ആൻഡ് ദ ഫോർഗെറ്റ് ദ ലെഫ്റ്റ് ഈസ് റൈറ്റ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ലെഫ്റ്റും റൈറ്റും മാറിപ്പോകൂലേ കണ്ണാടിയുടെ സാഹചര്യത്തിൽ. അതും പേടിയാണ് എന്ന് ആര് പറയുന്നു, നമ്മുടെ കവി പറയുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇൻ ദിസ് പോയം ദ പോയിറ്റ് ട്രൈ ടു ഹൈലൈറ്റ്സ് ദ നെഗറ്റീവ് സൈഡ് ഓഫ് എ പെയിൻ. വേദനയുടെ നെഗറ്റീവ് സൈഡാണ് ഈ പോയത്തിലൂടെ നമ്മുടെ കവി നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് അതിനെന്ത് ചെയ്യാണ്, ടു എക്സാജറേറ്റ്, അതിശയോക്തി കലർത്തിയിട്ട് ഹ്യൂമറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ വേദനകളെ എന്ത് ചെയ്യാണ്, തമാശ രൂപേണ അയാൾ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തമാശയാക്കി മാറ്റുകയാണ്, നമ്മുടെ വേദനയെ അയാൾ തമാശയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദസ് ദിസ് പോയം ഹൈലൈറ്റ്സ് ഈസ് ദ നെഗറ്റീവ് സൈഡ് ഓഫ് പെയിൻ ടു മേക്ക് ദ റീഡർ ലാഫ്. ഓഡിയൻസിനല്ല, വായനക്കാരനെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം, നമ്മുടെ പോയറ്റിൻ്റെ ഉദ്ദേശം. ദോ ദ പെയിൻ വൺ ഗെറ്റ്സ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പോൾ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ, പല ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ വേദന വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, നാച്ചുറലാണ്. പോയറ്റ് മേക്ക് ദി യൂസേജ് ഓഫ് എക്സാജറേഷൻ. പക്ഷേ പോയറ്റ് ആ വേദനയെ എക്സാജറേഷൻ നടത്തിയിട്ട് ടു പ്രൊഡ്യൂസ് ഹ്യൂമർ, തമാശ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, തമാശ ആക്കി മാറ്റുകയാണ് നമ്മുടെ പോയറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് ഹീ സേസ്, അവസാനം അയാൾ പറയുന്നു, ദാറ്റ് വിൽ ബി ഓൾ, but it is not, because he then coats your mouth from cellar to roof with something that I suspect is generally used to put a shine on a horse hoof. അപ്പോൾ ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് അവസാനം ഹി സേസ് ദാറ്റ് വിൽ ബി ഓൾ, എല്ലാം ഓക്കെ ആയി എന്ന് അയാൾ പറയുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട്, ബിക്കോസ് ഹി ദെൻ കോട്ട്സ് യുവർ മൗത്ത് ഫ്രം സെല്ലാർ ഓർ റൂഫ്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, റൂഫ് മുതൽ നമ്മുടെ മൗത്തിൻ്റെ സെല്ലാർ മുതൽ റൂഫ് വരെ അയാൾ എന്തൊക്കെയോ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് സംതിങ് ദാറ്റ്, ഞാൻ സംശയിക്കുന്നത് എന്താണ്, ഐ സസ്പെക്റ്റ് ഈസ് ജനറലി യൂസ്ഡ് ടു പുട്ട് എ ഷൈൻ ഓൺ എ ഹോഴ്സ് ഹൂഫ്. ഹോഴ്സ് ഹൂഫ് എന്ന് പറഞ്ഞാൽ കുതിരയുടെ കാലിൽ ഇടുന്ന ആ ഒരു ലാടം എന്ന് പറയുന്ന സാധനം, അതിനെയാണ് ഹോഴ്സ് ഹൂഫ് എന്ന് പറയുക. അപ്പോൾ കുതിരയുടെ ലാടം തേച്ച് മിനുക്കാൻ ഉപയോഗിക്കുന്നത് പോലെ അദ്ദേഹം എന്തൊക്കെയോ പല്ലുകളിൽ ചെയ്യുന്നു, പല്ലുകളെ മിനുക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെയോ ചെയ്യുന്നു. ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ദെൻ ആൻഡ് യു ടോട്ടർ ടു യുവർ ഫീറ്റ് ആൻഡ് തിങ്ക്, വെൽ ഇറ്റ് ഈസ് ഓൾ ഓവർ നൗ ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ്
ഓൺലി ദിസ് വൺസ്. അപ്പോൾ നമ്മളെന്താ ഇപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് പല്ലുവേദന വന്നിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക എന്താണ്, ഈ ഒരു തവണ പോയി കഴിഞ്ഞാൽ അത് മാറി കിട്ടുമല്ലോ, ഇനി ഇങ്ങോട്ട് പോവേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യും, ചിന്തിക്കും. ആ ഡോക്ടർ വായിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, ഇതോട് കൂടിയിട്ട് എല്ലാം റെഡി ആവും എന്നാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. ആൻഡ് യു ടോട്ടർ ടു യുവർ ഫീറ്റ് ആൻഡ് തിങ്ക്. നമ്മുടെ ചിന്ത അങ്ങനെയായിരിക്കും, വെൽ ഇറ്റ് ഈസ് ഓൾ ഓവർ, എല്ലാം ഓവറായിട്ടുണ്ട്. നൗ ആൻഡ് ആഫ്റ്റർ, ഇനി ഇപ്പോഴും അതിനുശേഷവും, ആൻഡ് ഇറ്റ് ഓൾ വാസ് ഓൺലി ദിസ് വൺസ്, ഈ ഒരു തവണത്തേക്ക് മാത്രം മതിയല്ലോ എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ചിന്തിക്കുന്നു. ആ സമയത്താണ് ആൻഡ് ഹി സേസ്, ആ സമയത്ത് അയാൾ പറയാണ് കം ബാക്ക് ഇൻ 3 months, 3 മാസത്തിന് ശേഷം വീണ്ടും വരണമെന്ന് ഡോക്ടർ നമ്മളോട് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇതോടുകൂടി തീർന്നല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നത് എന്താണ്, ഇനി 3 മാസം കഴിഞ്ഞിട്ട് ഒന്ന് വരൂ എന്ന് പറയുന്നു. ആൻഡ് ദിസ് ഓഫ് ഫെയ്ത്ത് ഈസ് ഐ തിങ്ക് ദ മോസ്റ്റ് വിഷ്യസ് സർക്കിൾ ദാറ്റ് ദോ എവർ സെൻഡസ്റ്റ്. That man has to go continually to the dentist to keep his teeth in good condition, when the chief reason he wants his teeth in good condition is that he won't have to go to the dentist. അപ്പോൾ അതൊരു വിധിയാണ്. ഐ തിങ്ക് ദ മോസ്റ്റ് വിഷ്യസ് സർക്കിൾ ദാറ്റ് ദോ എവർ സെൻഡസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ എവിടെ പോകരുത്, ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകരുത്. കാരണം എന്താ വെച്ചാൽ ദ മാൻ ഹാസ് ടു ഗോ കണ്ടിന്യൂലി. നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ ആദ്യമായിട്ട് കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അയാളെ കാണേണ്ട ആവശ്യം ഉണ്ടാവും. അത് ഡെൻറ്റിസ്റ്റ് പറയുക എന്താണ്, പല്ല് ഇനി മുതൽ നല്ല കണ്ടീഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര സമയത്തിന് 3 മാസം കൂടുമ്പോൾ വരണം, പല്ല് ക്ലീൻ ചെയ്യണം, പല്ല് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് ആര് പറയുന്നു, നമ്മുടെ ഡെൻറ്റിസ്റ്റ് പറയുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു തവണ നമ്മൾ പല്ല് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീണ്ടും പോവേണ്ടി വരും എന്ന് പറയുകയാണ് ആര്, നമ്മുടെ ഓതർ. ആൻഡ് ഹിസ് ടീത്ത്, ഇനി ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, ഹി വാണ്ട്സ് ഹിസ് ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ. നമുക്ക് നമ്മുടെ പല്ല് നല്ല കണ്ടീഷനിൽ എന്നും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഹി വോണ്ട് ഹാവ് ടു ഗോ ടു ദ ഡെൻറ്റിസ്റ്റ്. ഒരിക്കലും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ പോയം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെൻറ്റിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേഷ്യൻ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല്ല് നമ്മൾ കണ്ടീഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഡെൻറ്റിസ്റ്റിനെ പോയിട്ട് കാണരുത്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ആ ഡെൻറ്റിസ്റ്റിൽ നിന്ന് മോചനമില്ല എന്നുള്ള കാര്യമാണ് ആര് പറയുന്നത്, നമ്മുടെ ഓഗ്ഡൻ നാഷ് ഈ പോയത്തിലൂടെ നമ്മളോട് പറയുന്നത്. Then he tried to study now indeed a very strange way of looking at the reality. ഒരു റിയാലിറ്റിയാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചത്. ദ പെയിൻഫുൾ എക്സ്പീരിയൻസ് ഓഫ് എ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്. ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ്, അതാണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് കാണിച്ച് തന്നത്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ പോയം ഇവിടെ തീർന്നിട്ടുണ്ട്. ദെൻ എബൌട്ട് ഓതർ നമ്മൾ വായിച്ചതാണ്. അതിൽ ഡിഫിക്കൽട്ട് വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഗ്ലോസറിയിൽ. ദെൻ റീഡ് ആൻഡ് റെസ്പോണ്ട്. വൈ ഡസ് ദ പോയറ്റ് ഡിസ്ലൈക്ക് സിറ്റിംഗ് ഇൻ എ ഡെൻറ്റിസ്റ്റ് ചെയർ വിത്ത് ഹിസ് മൗത്ത് വൈഡ് ഓപ്പൺ? വൈ ഡസ് വൺ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു കീപ് കാം വൈൽ സിറ്റിംഗ് ബിഫോർ ഡെൻറ്റിസ്റ്റ്? Then how, according to the poet, does one lose one's dignity before dentist? What makes circumstances terrible? What, according to the poet, is the danger in using mirror of the treatment in dental problems? പറഞ്ഞു, dental problems പറഞ്ഞു, circumstances പറഞ്ഞു. Then think and write. Comment the aptness of the title of the poem. പോയത്തിൻ്റെ ടൈറ്റിലിനെ കമൻറ്റ് ചെയ്യുക. Then the poet compares the mouth a section of road that is being repaired. Do you feel any exaggeration in it? Find out more such instance in the poem. ഇനി അവിടെ എക്സാജറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്. This is a statement that represents something as enormously better or worse than it really is. അത് എന്താണെന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. എക്സാജറേഷൻ എന്താണ്? അതിശയോക്തി കലർത്തി പറയുകയാണ്. അതായത് ബെറ്റർ ആയതായാലും അല്ലെങ്കിൽ വേഴ്സ് ആയതിനെയും എന്ത് ചെയ്യുക,
കൂടുതലായിട്ട് എനോർമസിലായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് അതിനെ അതിശയം ഉണ്ടാക്കി മാറ്റുക. സിമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോയറ്റിക് ഡിവൈസ് ഇറ്റ് ഈസ് ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. സിമിലി എന്ന് പറഞ്ഞാൽ ഉപമയാണ്. ഒന്നിനെ മറ്റൊന്നിനോട് നമ്മൾ ഉപമിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സിമിലി എന്ന് പറയുന്നത്. ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ പോയം ഈസ് എ ഗുഡ് എക്സാമ്പിൾ. ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ്സ് ബീയിങ് വർക്ക്ഡ് വൺ. ഇത് സിമിലിയാണ്. വാട്ട് എഫക്റ്റ് ഡസ് ദിസ് പോയറ്റ് ഡിവൈസ് പ്രൊഡ്യൂസ് ഇൻ ദ പോയം? ഫൈൻഡ് ഔട്ട് അതർ സിമിലീസ് യൂസ്ഡ് ഇൻ ദ പോയം. ഓക്കെ, ദെൻ ഇനി ഇതിൽ വരുന്നത് ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ തയ്യാറാക്കാനാണ്. നമ്മുടെ പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷന് തയ്യാറാക്കാനാണ്. റൈറ്റ് ദ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദ പോയം റെഫറിങ് ടു ദ തീം ആൻഡ് ദ ടോൺ ഓഫ് ദ പോയം ആൻഡ് ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഇറ്റ്. അത് തയ്യാറാക്കുക. ഇനി അതിൻ്റെ താഴെ കൊടുത്തത് ഓഗ്ഡൻ നാഷിൻ്റെ പോയം നമ്മൾ പഠിച്ചു. അതുപോലെ സോഫിയ ബോഗറിൻ്റെ ഒരു പോയാണ്, അതാണ് ലോഫർ എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഗീവ്സ് ദ റാഷണൽ ഫോർ ഡെവലപ്പിംഗ് ദിസ് ജീനിയൽ ആറ്റിറ്റ്യൂഡ്. ലോഫർ എന്നുള്ള പോയവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് വുഡ് ഐ ഡു വിത്തൗട്ട് ലോഫർ? എ സാഡ് പ്ലേസ് ഇൻഡീഡ് ഇറ്റ് വുഡ് ബി. ദ ഫൺ ഈസ് the sillies, whatever it takes for the sound of a loafer, never laughing at someone else, only sharing together the humor of the moment. Make a lighter load to carry off the burdens we face, if there is also a little loafer. ഒരു ലോഫറിനെ കുറിച്ചിട്ട്, ചിരിയെ കുറിച്ചിട്ടുള്ളൊരു സ്മോൾ പോയമാണ് സോഫിയ ബോർഗറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ പോയാണ്. അതിന് മീനിങ് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനി പോയം വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടയാളപ്പെടുത്തി വെക്കുക. ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ അന്ന് ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ, ഇതൊരു പ്രത്യേകം തരം പോയാണ്. ഡയറക്റ്റ് മീനിങ് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ 2, 3, 4 തവണ നിങ്ങൾ ഈ പോയത്തിൻ്റെ മീനിങ് കേൾക്കണം, എന്നിട്ട് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ ഒരിക്കൽ വരുന്ന സമയത്ത് ടീച്ചർ ഒന്നുകൂടി പോയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതോടുകൂടിയിട്ട് നമ്മുടെ ഈ പോയം തീർന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.